ഞങ്ങൾക്ക് അറിയില്ല ആരൊക്കെ നീ വിളിച്ചിട്ടുണ്ട്, ആരൊക്കെ ഇവിടെ ഉണ്ടോ, എനിക്ക് ഐഡിയ ഇല്ല. ഈ എടുപ്പിടി പരിപാടിയുടെ നിനക്ക് എന്താ പറയാനുള്ളത്? അടിപൊളിയായിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ വാച്ചാ. താങ്ക് യു വെരി മച്ച് മൈ ലവ്. ഈ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഒരാളുടെ ബർത്ത്ഡേ ആണ്, വാച്ചയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇന്ന് ചെറിയൊരു രീതിയിലൊരു ചെറുതായിട്ടൊന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ചെറുതാക്കി പോയത് എന്താന്ന് വെച്ചാല് May 14th ഞങ്ങളുടെ രണ്ടാളുടെയും കൂടെ ബർത്ത്ഡേ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. കാരണം ഞങ്ങളുടെ രണ്ടാളും മെയില് ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഓൾറെഡി അതിനെ കുറയ്ക്കാം സൗണ്ട്. അപ്പൊ ഓൾറെഡി മെയില് നമ്മൾ 14 സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് ഇന്ന് കുറച്ചൊന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം. എന്നിട്ട് അതനുസരിച്ച് ഞങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഓരോരുത്തരായിട്ട് വിളിക്കാം എന്നാ വിചാരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ പോകുന്നത് ലിഡിലേക്കാണ്. ഇവിടുത്തെ ഗ്രോസറി ഷോപ്പാണ്. പിന്നെ കുറച്ച് ടൗൺ സെന്ററിലേക്കൊക്കെ പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. ഞാനൊരു ബിരിയാണി വെക്കാന്ന് പ്ലാൻ ഉണ്ട്. പിന്നെ ഒരു കേക്ക് മേടിക്കണം. അങ്ങനത്തെ ചെറിയ കുഞ്ഞു പരിപാടികളേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ ഭയങ്കര ചൂടാണ്. UK ഇപ്പൊ സമ്മർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ നല്ല ചൂടാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര ചൂടാണ്. എനിക്കിത് ഒട്ടും ബെയർ ചെയ്യാൻ പറ്റണില്ല. കാര്യം എന്താന്ന് വെച്ചാല് നന്നായിട്ട് പൊള്ളുന്നുണ്ട് ചൂട്. പിന്നെ ഈ വെട്ടം ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് ആണ്. നമ്മുടെ കണ്ണിനും തലയ്ക്കും ഒക്കെ ഭയങ്കര ഒരു ബാഡായിട്ടുള്ള ഒരു വെട്ടമാണ് വരുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ നിർത്തില്ല, എനിക്ക് തീരെ സഹിക്കാൻ പറ്റണില്ല. എനിക്ക് കണ്ണ് വേദന എടുക്കും, കണ്ണ് ഡ്രൈ ആകുന്നു, പിന്നെ തലവേദന എടുക്കും, മൈഗ്രെയിൻ വരുന്നു. അതൊക്കെ കൊണ്ട് എനിക്ക് ഈ വെയിലൊട്ടും പറ്റുന്നില്ല. പിന്നെന്താ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൂടെ കാണാം. എനിക്ക് കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാമേ. ഇതുണ്ടോ, ഒരു ബക്കറ്റ് ചോക്ലേറ്റ്. ഓക്കെ, ഇതാർക്കാ മേടിച്ചേ? കിഡ്സ്. അങ്ങുണ്ട്. പിന്നെ ഓറഞ്ച് വേണം, ഓറഞ്ച് നല്ല ടേസ്റ്റ്. മഞ്ചൊക്കെ പോലെ അല്ലേ? ഓണത്തിനോ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ലിഡിൽ കയറി. ഇനി നമ്മൾ പോകാൻ പോകുന്ന എവിടെ? ഇവിടുത്തെ മലയാളിക്കടയിൽ കയറാൻ പോവാ. ഇവിടുത്തെ മലയാളിക്കട ഭയങ്കര സൗണ്ട്. ഇവിടുത്തെ മലയാളിക്കടയിൽ കയറിയാലാണ് നമുക്ക് നമ്മുടെ ജീരശാല റൈസ്, പിന്നെ സേമിയക്കുള്ള ഐറ്റം, സേമിയ പായസം വെക്കാനാണ്. അപ്പൊ സേമിയക്കുള്ള ഐറ്റം ഇതൊക്കെ മേടിക്കണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ മലയാളിക്കട വരും. പിന്നെ എനിക്ക് ഇവിടുത്തെ കേക്ക് ബോക്സ് കയറണം. അപ്പൊ അവിടെ കയറുമ്പോൾ അവിടെ ഞാൻ കാണിച്ചു തരാമേ. ഇപ്പൊ തന്നെ സമയം 3 മണിയായി. ഇനി വീട്ടിൽ ചെന്ന് കുക്ക് ചെയ്ത് ഇവനെ കൊണ്ട് എനിക്ക് സബോള അരിയിപ്പിക്കണം. നമ്മളിപ്പോ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുക. ഇനി നമ്മള് ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കണം. നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ കടയുടെ ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതാണ് എനിക്കിവിടെ ഇഷ്ടമില്ലാത്തൊരു കാര്യം. നാട്ടിൽ നമുക്ക് എവിടെ വേണേലും പാർക്ക് ചെയ്യാമല്ലോ, ഇവിടെ അത് നടക്കില്ല എന്നുള്ളതാണ് സങ്കടം. പിന്നെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കടകളിലെല്ലാം പോയി നമ്മൾ നടക്കണം. നടന്ന് അവിടെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വരണം. നമ്മളിവിടെ ഇങ്ങനെ ഒരു മെഷീനിൽ പാർക്കിംഗ് ടിക്കറ്റ് എടുത്തിട്ട് 1 മണിക്കൂറാണോ 2 മണിക്കൂറാണോ അവരിങ്ങനെ എഴുതി വെച്ചു. അതിൽ നിന്ന് പാർക്കിംഗ് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ആ പാർക്കിംഗ് ടിക്കറ്റ് കൊണ്ടുവന്ന് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവയ്ക്കണം. ടിക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന രീതി വെച്ചില്ലെങ്കിൽ ഇവർ നമുക്ക് പെനാൽറ്റി തരും. ഓക്കെ, കമോൺ ബർത്ത്ഡേ ബോയ്. നല്ല തണൽ. ഇതാണ് നമ്മുടെ ടൗൺ സെന്റർ അല്ലേ. സമ്മർ പ്രമാണിച്ചാണ് അവിടെ ജയന്റ് വീലൊക്കെ ഉള്ളത്. ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. അതാണ് കേക്ക് ബോക്സ്. ഇവിടെ അത്യാവശ്യം കേക്കുകൾ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. നമുക്ക് പോയി നോക്കാം വല്ലതും ഉണ്ടോ.
This one cake, yeah? അറ്റ് ലാസ്റ്റ് അതെടുക്കാനാണ് തീരുമാനം. വേറെ അടിപൊളി കേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ എനിക്കറിയില്ല, നിനക്ക് അഭിപ്രായം പറയാത്ത കാര്യമാണെങ്കിൽ നിന്റെ ഇഷ്ടം എന്നൊന്ന് വാക്ക് പറഞ്ഞാൽ മതി. കേക്ക് മേടിച്ചു. കേക്ക് മേടിച്ചിട്ട് നമ്മളിപ്പോൾ കഴിക്കാൻ വന്നിരിക്കുക. വിശന്നിട്ട് ഒരു രക്ഷയില്ല. കഴിക്കാൻ പോവാ. എൻ്റെ ചിക്കൻ അവിടെ വറുത്തോണ്ടിരിക്കുന്നതിൻ്റെ സൗണ്ട് എനിക്കിവിടെ കേൾക്കാം. ചൂടത്ത് ചായ കുടിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കുടിക്കും. എന്നെ തന്നെ കാണിക്കാനായിട്ട് ബാക്ക് ക്യാമറയിൽ ഞാനില്ലല്ലോ. ഞാനിവിടെ ചിക്കനൊക്കെ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. അരി ഞാൻ സെപ്പറേറ്റ് ഊറ്റിയെടുക്കുമായിരുന്നു. ഞാൻ മറ്റേ ഇപ്പം ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അരി അങ്ങനെ ഇല്ലേ, അങ്ങനെ വറ്റിച്ചെടുക്കാനായിട്ട് ഞാൻ നിന്നില്ല. കാരണം എനിക്കൊരു ടെൻഷനുണ്ട്. ഇപ്പം തന്നെ 6-6:15 7 മണി കഴിയുമ്പോൾ എല്ലാവരോടും വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വന്ന് അപ്പം തന്നെ ഞാൻ ഡ്രസ്സ് പോലും മാറ്റില്ല. ഞാൻ വേഗം അവൻ സബോള അരിഞ്ഞു വന്ന് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എല്ലാം ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതുകൊണ്ട് കുറച്ച് ഈസിയായി. പിന്നെ ഞാൻ സബോള എല്ലാം കുറച്ച് ഇട്ടു. കുറച്ച് വറക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ വറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ, അരി കുറച്ചും കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേർ വന്നുള്ള ആ സാധനങ്ങളൊക്കെ, പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ എല്ലാം ഇങ്ങനെ റെഡിയാക്കി വരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. എനിക്കറിയത്തില്ല ടൈമിന് മുമ്പ് സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. പക്ഷേ എനിക്ക് വീഡിയോ ഇതിനിടയ്ക്ക് എടുക്കാനുള്ള സമയമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. വീഡിയോയും കൂടെ എടുക്കാൻ പോയാൽ ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഫുള്ള് എടുക്കാത്തത്. ഞാൻ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബിറ്റ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സബോള വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. എനിക്കറിയില്ല ഇത്രയും തക്കാളി മതിയോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു ഊഹക്കണക്കിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഊഹക്കണക്ക്. അപ്പം ഇത് സക്സസ് ആയാൽ രക്ഷപ്പെട്ടു. ഇനി എങ്ങാനും ഇതായില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു പിസ്സയ്ക്ക് തൽക്കാലം ഓർഡർ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വരുമ്പോഴേക്ക്, കുട്ടികളൊക്കെ വരുമ്പോൾ ആദ്യമേ വിശന്ന് തുടങ്ങുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പിസ്സ ഞാൻ കുറച്ച് ഓർഡർ ചെയ്യാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ പിസ്സയൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അവൻ ഈ സമയത്ത് അപ്പുറത്തെ റൂം ഒന്ന് ഒതുക്കുക കേട്ടോ. നമുക്കിവിടെ വളരെ ചെറിയൊരു സ്പേസ് ആണ് കണ്ടില്ലേ. അപ്പോൾ ഇത്രയും സ്പേസിൽ എല്ലാവരോടും ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്നറിയില്ല. അതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് റൂം ഫ്രീയാണ്. അപ്പോൾ ആ റൂമിൽ സാധനങ്ങളൊക്കെ എല്ലാം ഒന്ന് മാറ്റി അവിടെയൊക്കെ എല്ലാം ഒന്ന് സ്പേസ് ആക്കി വെക്കുകയാണേ. ഇതാണ് നമ്മൾ മേടിച്ച ബലൂൺ. അങ്ങനെ കുറച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് സിമി ചേച്ചി എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുതന്ന ചെടിയാട്ടോ, ഓർക്കിഡ്. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി ഞാൻ അടുക്കളയിട്ട് ചെല്ലട്ടെ. കുറച്ച് എനിക്ക് വറക്കാനുള്ളത് മാത്രം ഇനി അരിഞ്ഞാൽ മതിയേ. ഇത് ഇത്ര മതി. ഇത്ര വേണമെന്നില്ല. 3-4 മതി. ബാക്കിയൊക്കെ എടുത്ത് തിരിച്ചു വെച്ചേക്കാം. കുനുകുനാന്ന് ഞാൻ പൊടികളൊക്കെ എല്ലാം ചേർത്തിട്ടുണ്ട്. ഞാൻ ശുഭാന്റെ മനസ്സിൽ ധ്യാനിച്ച് അമ്മേ മുളകുപൊടി, അമ്മേ മല്ലിപ്പൊടി, അങ്ങനെയുണ്ടാ ഞാൻ ഇട്ടിരിക്കുന്നത്. അമ്മ എത്ര പേര് വന്നാലും അമ്മ പെട്ടെന്ന് പടപടെ സാധനം സെറ്റ് ചെയ്ത് കൊടുക്കും. എനിക്ക് ഇതിന്റെ പൊടികൾ ഇത്രയും പേർക്ക്, കുറച്ച് പേർക്കൊക്കെയാണ് ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഇത്രയും പേര് വരുമ്പോഴേ ഇത്രയും ചിക്കൻ എത്ര സബോള വേണം, 6 കിലോ ചിക്കൻ എത്ര ഉപ്പും മുളകൊക്കെ വേണം എന്ന് വെച്ചാൽ എനിക്കറിയൂടാ. ഒരു ഊഹത്തിന് ഞാനങ്ങ് പിന്നെ നിങ്ങളൊക്കെ അല്ലേ കഴിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അപ്പൊ ഇതിനകൊന്ന് കാണിക്കാമോ? എനിക്കറിയില്ല കേട്ടോ, ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവര് അമ്മ ഉണ്ടാലും ഇതിനകത്ത് ഇനി മുളക് കൂടുതലോ മല്ലി കൂടുതലോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം സെറ്റ് ആയി കഴിയുമ്പോൾ എല്ലാം സെറ്റ് ആകുമായിരിക്കും. ഇവിടെ സവോള വരവാന്ന് തോന്നുന്നു അല്ലേ. ഞാനങ്ങനെ ചിക്കൻ കറി എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പാത്രം നിറഞ്ഞു. ഇനി ഞാൻ എങ്ങനെ ദം ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഈ പാത്രത്തിൽ നിന്ന് പകുതി കറി മാറ്റിയിട്ട് വേറെ പാത്രത്തിലിട്ട് ദം ചെയ്യാമെന്ന് വിചാരിക്കുക. സക്സസ് ആവുമെന്ന് തോന്നുന്നു. തൽക്കാലം ഇത് അടച്ചു വെച്ചിരിക്കുക. ഇപ്പം തന്നെ സമയം ഒരു 7:10 7 മണി കഴിയുമ്പോൾ വരാനാണ് പറഞ്ഞേ. നോക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഒരു സൈഡിൽ ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുന്നത്. ഒരു റെഡിമെയ്ഡ് സേമിയ പായസത്തിൻ്റെ മിക്സാണ് മേടിച്ചിരിക്കുന്നത്.
കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഉണ്ട്, അതിട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചത്. വേറൊരു കാര്യം അറിയും, ഞാൻ ഈ ചിക്കൻ്റെ കറി സെറ്റാക്കിയതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗരം മസാലയും ബിരിയാണി മസാല ഇടാൻ മറന്നുപോയി. എന്നിട്ട് ഞാനിപ്പോൾ രണ്ടാമത് ഇടുമായിരുന്നു. കുഴപ്പമില്ല, നോക്കാം. സോനി ചേച്ചി നേട്ടം ചേച്ചി ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് വന്നു. എന്റെ ബർത്ത്ഡേ 15-ന്. എല്ലാരും വിളിച്ചിട്ടുണ്ടോ? നമ്മളിവിടെ തകർക്കുന്ന്. ഈ വീട് തരുന്നില്ല, അപ്പുറത്തെ വീടിന്റെ വാടക എടുത്ത് നമ്മൾ അവിടെ ആഘോഷിക്കും. ഇത്രയും വേണ്ടോന്ന് എനിക്ക് തോന്നുന്നേ. ഫ്ലേവർ ഇത് പോരെ ഏട്ടാ, ഇതാവുമ്പോ കുറച്ചുകൂടെ ബെറ്റർ ആണ്. എല്ലാവർക്കും നിൽക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ പിസ്സ വന്നു, കുറച്ച് സമാധാനമായി. എടി സാലഡ്. ജിഫ്റ്റി, ഈ എടുപിടി പരിപാടിയോട് നിനക്ക് എന്താ പറയാനുള്ളത്? അത് ഈ ബലൂണൊക്കെ ഒന്ന് അപ്പുറത്തെ റൂമിൽ കൊണ്ട് പെറുക്കിടാമോ? ചേട്ടാ സുഖാണോ? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. കുഴപ്പമില്ലല്ലേ, നമുക്ക് സെറ്റാക്കാം. അതെ, എന്റെ ചക്കര മുത്ത്. നീ തങ്കപ്പല്ലടാ, നീ പൊന്നപ്പനാ. നമ്മുടെ ഗ്രേവി ചിക്കൻ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അതിന് ഇടാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പായസം ഞാൻ ഒരു സൈഡിൽ കൂടെ സെറ്റാക്കുന്നുണ്ട്. പിന്നെന്താ ബാക്കി, ഇനി അജിയേട്ടൻ്റെ കുക്കറിൽ നമ്മൾ ദമ്മിടാൻ പറ്റും. പക്ഷെ അത് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുക, അത് വരുന്നത് വരെ നമ്മളത് സെറ്റാക്കണം. ഓക്കെ, ഞാൻ പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് റെഡിയാക്കുന്ന അനുസരിച്ച് ഇടയ്ക്കിടെ ഞാൻ എല്ലാം ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പാത്രം ഒത്തിരി കാണത്തില്ല. ഇത്രയൊരു പാത്രം അതാകുമ്പോ രണ്ടായിട്ട് അങ്ങ് ദം. റോസു ഹായ് വാ. നന്നായിട്ടോ. എനിക്ക് മറ്റേ നമ്മുടെ അരനേട്ടം എടുത്തിട്ടിരാന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ചെമ്പ് ഉണ്ടോ? ആ ചെമ്പ്, ഇതേ അതുപോലത്തെ ചെമ്പുണ്ടെന്ന് പറഞ്ഞു. മാത്തു ഹാപ്പി ദീപാവലി. ഞങ്ങൾക്ക് അറിയില്ല ആരൊക്കെ നീ വിളിച്ചിട്ടുണ്ട്, ആരൊക്കെ ഇവിടെ ഉണ്ടോ, എനിക്ക് ഐഡിയ ഇല്ല. ചേച്ചി അടുത്ത പാത്രം വരണം, എനിക്ക് ദമ്മിടണമെങ്കിൽ. നീ എന്നോട് പറയാൻ പാത്രം ഉണ്ടായിരുന്നോ? അപ്പൊ മൂന്ന് നല്ല തണുപ്പാണ്. Happy birthday. Oh, thank you. Many more years to come. Happy birthday. Thank you. നോക്കിയേ ഇങ്ങോട്ട്. കുട്ടാ സൂക്ഷിച്ചു കേട്ടോ. എന്താ മാളു കുക്കിങ്ങിലാ ആൻറ്റി? അങ്ങോട്ട് വരണ്ട അവിടെ വേണ്ട ദേഹമൊക്കെ പൊള്ളു. ഇവിടെ ഒന്നോ വേണ്ട, പൊള്ളിക്കല്ലേ. എല്ലാ വീടുകളിലും എന്താ ചെയ്യാ ചേട്ടാ അവന്റെ ഷർട്ട് നോക്ക്. ഈ കളറില്ലല്ലോ നിങ്ങക്ക്? വെള്ളം നല്ല കുറെ കണ്ടുണ്ട്, അവിടെ കുറെ വെള്ളം എടുക്കണ്ട. അപ്പൊ ഞാൻ വാടിയ കളറാണ്. ഇത് രണ്ടിടെ ചേരുണ്ട്. ഹായ് ചേച്ചി. ചേച്ചി അടി ഇതില്ലേ പോരൂട്ടാ ആയിട്ടോ. ഇനി മുകളിൽ ഇത്ര എണ്ണത്തിന് ഇടാനുള്ളല്ലോ ആണെങ്കിലേ.
ആനന്ദിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നേക്കാണ്. യൂണിഫോമിൽ വന്നേക്കണ്. എല്ലാം നല്ല അഭിപ്രായമാണ്. പെട്ടെന്ന് ആനന്ദ് അവിടെ ഞെട്ടിയിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ കെസിയുടെ തകർപ്പൻ സ്നേഹത്തോടുകൂടിയുള്ള ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹമാണ് അതിനകത്ത് കിടക്കണേ. ഓക്കെ, ചിക്കൻ നോക്കൂ, സ്നേഹത്തോടെ ചിക്കൻ. ഇവിടെ അസിസ്റ്റന്റ് കുക്കായിട്ട് ആരാണ് നിൽക്കുന്നത്? ജിഫ്റ്റി. തകർക്കുന്ന ആനന്ദിന്റെ മുഖത്ത് ആ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. പച്ചപ്പ് ഹരിതമൊക്കെ ചേച്ചി, നിങ്ങൾക്ക് ഇത് ബിരിയാണി ആയിട്ടും ചിലപ്പോൾ മന്തി ആയിട്ടും ഒക്കെ ചിലപ്പോൾ ചോറും ചിക്കൻ കറി ആയിട്ടും ഒക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് പിടിക്കും. നിനക്ക് ഇതിൽ ഈ പാത്രം നീ എനിക്ക് സ്ട്രെസ് വരുന്നേ. എല്ലാം മടക്കി എടുത്തിട്ട് തിരിച്ചു വെച്ചു. അല്ല ജോർജ്, ചോറിനോ വേണ്ടേ? അമ്മ എങ്ങനെ പറയണേ? ചോറിനോ വേണ്ടേ? മാളു പിസയുടെ അപ്പുറത്ത് ഇവിടെ അമ്മ നിക്കുന്നുണ്ട്. കണ്ടായിരുന്നോ? അമ്മേനെ കാർക്ക് വേണം. പിസ കണ്ടാ പിന്നെ അമ്മയും വേണ്ട, അമ്മയും വേണ്ട. അതൊരു അമ്മയും ആർക്കും വേണ്ട. പൊന്നു ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് കുറെ പേര്. തകർക്കുന്നു. ഹലോ, മനുന്ന് മഞ്ഞക്കിളി ആയിട്ട് പിങ്ക് കിളി അപ്പുറത്ത്. ഓക്കെ ഓക്കെ. ഹലോ, ഓഫായിരുന്നാ? അപ്പുറത്ത് റീൽസ്മാൻ മിണ്ടുന്നില്ലല്ലോ. ഓഫ് ആകുന്നു. ഭയങ്കര എന്താണ് പിണങ്ങി പോകുന്നത്? എന്താണ് പ്രശ്നം? കളിക്കാനാ? ഫുഡ് കഴിച്ചിട്ട് കളിച്ചാ പോരെ? നോ. 6 മണിക്ക് ഒരെണ്ണം തമ്മിട്ടു. പായസമായി. പിന്നെ പിസ മേടിച്ചോണ്ട് രക്ഷപ്പെട്ടു. പായസം ഉണ്ടോ? എത്താണോ? ഇനി ടേസ്റ്റ് പറയാം. ഇവിടെ വേറെ ഒരു കഷ്ടപ്പാട്. ഞാൻ എന്റെ ബീരാതോരണം. അടിപൊളി, സൂപ്പർ ബിരിയാണി. ഓക്കെ അല്ലേ? ആ ഓക്കെ. പായസം കുടിച്ചോ? ഇങ്ങോട്ടോണ്ടരാ. അവിടെ വെച്ചോ. നിങ്ങൾ കമത്തി നിരത്തിട്ടാലോ? ഉറപ്പ്? ആരാ വെള്ളം വെക്കണേ? കമോൺ. വന്നാ മതി, അത്രേ ഉള്ളൂ. താങ്ക് യു. ധാരാ
Vote of thanks by Anand. ഇതുപോലെ ഞങ്ങളെല്ലാവരെയും ആർദ്രമായി സ്വാഗതം ചെയ്ത് ഇനി ബർത്ത്ഡേക്ക് നമ്മൾ 5 മിനിറ്റ് വിളിച്ചാൽ നമ്മൾ 2 മിനിറ്റ് മുമ്പ് ഞങ്ങൾ വിളിച്ചപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയ കെസിക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. വളരെ പെട്ടെന്നായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. ആദ്യം എടുത്ത് പറഞ്ഞു നമുക്ക് എനിക്ക് കേക്ക് കട്ടിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ആള് പിന്നെ ഞാൻ പറഞ്ഞു എന്തോ ഒരു കിച്ചണിൽ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ എന്റെ ഒരു ബർത്ത്ഡേ വരുന്നുണ്ട് ഈ 14-ാം തീയതി. അപ്പൊ എല്ലാരും വീണ്ടും പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ഓൾറെഡി ഒരെണ്ണമുണ്ടല്ലോ അപ്പൊ സെലിബ്രേഷൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കാലോ. അപ്പൊ ഇടയ്ക്ക് എപ്പോഴും പറയാൻ പോകാൻ പറയാണ് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറട്ടെ അപ്പൊ എന്റെ പൊന്നു സോന ഒന്നും മിണ്ടായിരിക്കാം. രണ്ടടി പൊക്കം വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചു നീയല്ലേ പറഞ്ഞ നിനക്ക് താല്പര്യമില്ലല്ലോ എല്ലാരും വിളിച്ച് കേക്ക് കട്ടി. അപ്പൊ പറയാം ആര് പറഞ്ഞു എനിക്ക് എപ്പോഴും എല്ലാരും വിളിച്ച് കേക്ക് കട്ടിയാണ് താല്പര്യം. അപ്പൊ ഞാൻ ആരായി ഓക്കെ എന്നാ പിന്നെ കേക്ക് മേടിക്കാം ഒരു ബിരിയാണി വെക്കാം. അപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ട ക്ലോസ് ആയിട്ടുള്ളവരെ മാത്രം വിളിക്കാൻ പറഞ്ഞു. വിളിച്ച് ഇതിനർത്ഥത്തിൽ ആരൊക്കെ ഞാൻ എല്ലാരെയും വിളിച്ചു പറഞ്ഞു ആരൊക്കെ വിളിച്ചു എല്ലാരും വിളിച്ചു. ഞാൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വളരെയധികം എല്ലാരും വന്നു എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാം അടിപൊളിയാക്കിയത് ബിരിയാണിക്ക് ഉപ്പില്ല മുളകില്ല അതൊന്നും നീ അവളെ കൊല്ലാൻ നോക്കിയാണോ ജിഫ്റ്റി? നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല പായസമായിരുന്നു, എല്ലാ പരിപാടികളും നല്ല അടിപൊളി. നിങ്ങൾ വന്നോണ്ട പരിപാടി അടിപൊളിയായേ നിങ്ങളെല്ലാരും. താങ്ക് യു. സൂപ്പറായിരുന്നു, അടിപൊളി. ഞങ്ങൾക്ക് ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? എനിക്ക് അടിപൊളിയായിട്ടില്ലേ? ഓക്കെ താങ്ക് യു ഫോർ ദ പുകഴ്ത്തല. ഇനി ഇങ്ങനെ തകർപ്പിച്ച് പറയണം. ഇതെന്താ വർത്തിങ്ങിലെ യങ് ബോയ്സ് ഇവിടെ കിടക്കുകയാണോ? താങ്ക് യു വന്നേനെ. കഴിച്ചു. നിങ്ങൾ 4 പേരെ കഴിക്കാനുള്ളൂ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഓക്കെ ഇനി ആ പാത്രം തിരിച്ചു തന്നേക്ക്. കഴിക്കങ്ങോട്ട്. ഞാൻ അങ്ങനെ ഇടയ്ക്ക് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഞങ്ങള് എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടാ? ഗുഡാ.
അങ്ങനെ എല്ലാവരും വന്നു, അടിപൊളിയാക്കി. ഇനി ആരെങ്കിലൊക്കെ വിട്ടുവിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പെട്ടെന്ന് എനിക്ക് ഓർമ്മ തോന്നി എല്ലാവരെയും വിളിച്ചു. പിന്നെ ഒരുപാട് പേരെ വിളിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഇത്ര ആൾക്കാർ ഈ റൂമിൽ വീടുകളിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ നമുക്ക് ഇത്ര പേർക്കുള്ള ഫുഡ് ഇത് നേരത്തെ പ്രീ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു ശരിക്കും ഞങ്ങൾ. പക്ഷേ അപ്പോൾ അങ്ങനെ വിചാരിച്ചില്ല. ഇങ്ങനെ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. അപ്പൊ താങ്ക് യു ഫോർ കമ്മിങ്. ഇനിയും വരണം കേട്ടോ. ഇടക്കിടക്ക് വായോ. ബൈ ബൈ. ഫോണൊക്കെ നിലത്ത് കിടക്കുന്നുണ്ട്. ബാങ്ക് ഒന്നും വേണ്ട. ഒരു 1000 പൗണ്ട് ഉണ്ടെങ്കിൽ ഒരു 4000 പൗണ്ട് 4000 പൗണ്ട് മതി. വേറെ ഒന്നും ഇത്രയും പേരെ കൺവിൻസ് ചെയ്തിട്ട് നടത്തിയതിൽ ഐ അപ്രീഷിയേറ്റ് ചെയ്യും. ഇതിനു മുമ്പിന് നമ്മൾ ഇത്രയും പേര് നടത്തുന്നെന്ന് പറഞ്ഞാലും ഈ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ നടത്തിക്കുന്നത്. ഇതിപ്പോ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നല്ല തീരുമാനമായി. അപ്പൊ അതിനെ കൺവിൻസ് കൊണ്ടിട്ടില്ല. അത് നല്ല തീരുമാനമായി. ഫുഡ് അത് ഗംഭീരമായി. ഞാൻ എന്റെ ഒരു ഷാർജ ജീവിതം ഞാൻ ഓർത്തു പോകണം. കാരണം ഞാൻ ഇവിടെ ഹൈദരാബാദിൽ ഒരു സെയിം ടേസ്റ്റ് ഫീലാണ് എന്നാൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഹൈദരാബാദ് ബിരിയാണി ഒരു ടേസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്പർ 1 ഫേമസ് ഓഫ് ഇന്ത്യൻ ബിരിയാണി ഹൈദരാബാദ്. നമ്മുടെ കേരളത്തിൽ ബിരിയാണി അല്ല ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഹൈദരാബാദ് കഴിച്ചിട്ടില്ല. അത് കഴിക്കണം. അത് വേറെ ലെവൽ സാധനം. അതൊന്നൊരു ബിരിയാണി. ഓ എനിക്ക് വയ്യ. 9 മണിക്ക് വിളിച്ചിട്ട് ഞാൻ ഇന്നലെ വീട്ടിൽ വരണം. ഒരു 8-9 മണിക്ക് സമയത്ത് രാത്രിയില്. അതുകൊണ്ടെന്താ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. ഞാൻ ആരെ വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിട്ട് എന്റെ ഇതിൽ പിടിച്ചിട്ടുള്ള നിന്നെ മാത്രം നിന്നെ വിളിച്ചിട്ട് റിഫിക്കാൻ വിളിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം हर घड़ी बदल रही है. ഓരോ മിനിറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഭയങ്കര സിംഗാണ്. ഒരുപാട് ആൾക്കാർ നല്ല സിംഗാണ്. ആളാം ഇത് ഓരോരുത്തരുടെ കാലം കയറി ചവിട്ടും 3-4 പ്രാവശ്യം. കിളി പോയി.
1 മണിയാണ് സമയം. 1 മണി. പതിയെ ബൈ. താങ്ക് യു ഫോർ കമ്മിങ് കേട്ടോ. ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ വൃത്തിയാക്കട്ടെ, ഒതുക്കട്ടെ. നീ പെട്ടെന്ന് ഇമ്മതി തോന്നുക എല്ലാം. ഞാനിപ്പോൾ അവരുടെ കൂട്ടത്തിൽ പോവാം. ചെരുപ്പ് കണ്ടോ, വീട്ടിലിടുന്ന ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതുണ്ടോ, പകുതി ഈ വണ്ടിയില്, പകുതി വഴിയില് അജിയേട്ടൻ, പകുതി അപ്പുറത്തെ വണ്ടിയില്. ഓക്കെ ജിഫ്റ്റ്, താങ്ക് യു വെരി മച്ച് ഫോർ ടുഡേ. നിന്റെ ഹെൽപ്പ് ഭയങ്കര അധികം ഇതായിരുന്നു എനിക്ക്. കറക്റ്റ് എനിക്കൊരു മനോധൈര്യത്തിന് ഒരാൾ എനിക്ക് കൂടെ വെറുതെ ആണെങ്കിലും വേണമായിരുന്നു. പക്ഷേ അല്ല വെറുതെയെങ്കിലും ഒരാൾ എനിക്ക് വേണമെന്നുള്ള അത്യാവശ്യമായിരുന്നു ഒരാള്. കാരണം 6:30 എന്നിട്ട് എല്ലായിടത്തും 7 മണി കഴിയുമ്പോൾ വരാൻ പറഞ്ഞ് ഫുഡ് മനസ്സിലായി. നീ പക്ഷേ ഒരുപാട് നിന്റെ സാലഡൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു. ഐഡിയാസ് ഒക്കെ അടിപൊളിയായിരുന്നു. അമ്മ വിളിക്കുന്നു, വീട്ടിൽ പോകാൻ വിളിക്കുക. നോയോ ശരിക്കും കൊള്ളാല്ലേ, നമ്മളെല്ലാവരുടെയും ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ നല്ല രസമാണ് ഈ. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ താമസിക്കുമ്പം തൊട്ടപ്പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ മുകളിൽ പോയി പറഞ്ഞതുകൊണ്ട് വലിയ പ്രശ്നമില്ല, ഇറങ്ങി വന്നില്ല. അല്ലെങ്കിൽ ഇതാണ് നമ്മളിപ്പോൾ നാട്ടിലൊക്കെ പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വീടുകളാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അല്ലേ സൗകര്യമായിരിക്കും. ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് പിള്ളേരും ഒക്കെ ആയിട്ട് ബഹളം വെക്കാനൊക്കെ. പിന്നെന്താ, അത് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ സമയത്ത് നിങ്ങൾ വർത്താനം പറഞ്ഞ സമയത്ത് ഞാൻ കുറേ ക്ലീനിങ് ഒക്കെ ചെയ്ത് വെച്ചോണ്ട് അതെല്ലാം സെറ്റായി. ഹലോ, പാർട്ടി അടിപൊളിയാണ്, ഭയങ്കര ഗുഡാണ്, സ്പെക്ടാക്കുലർ ആണ്. ഫുഡ് ഭയങ്കര സ്പൈസി ആണ്, ബട്ട് നോട്ട് ടു സ്പൈസി ഫോർ മൈ ടേസ്റ്റ് ബഡ്സ് ടു ഹാൻഡിൽ. ആൻഡ് പായസം എങ്ങനെ ഉണ്ടായിരുന്നു? പായസം ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. അതെന്നാ എനിക്ക് പായസം ഇഷ്ടല്ലേ? ഓക്കെ. കേക്ക് കഴിച്ചിട്ട് എങ്ങനെ? കേക്ക് കഴിച്ചിട്ട് നോർമൽ കേക്ക് പോലെ, നീ കൂടുതൽ അഭിപ്രായം പറയണ്ട. ഹാഫ് സ്പൂൺ മോർ ക്രീം. ക്രീമി ആയിട്ടുള്ള കേക്കായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ എല്ലാവരും വന്നു, ഹാപ്പി ആയിരുന്നു, എൻജോയ് ചെയ്തു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബർ, കമൻ്റ് ഒക്കെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇൻ ദ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഇടണം. ഓക്കെ, ഇനിയും വരുന്ന ഇതുപോലുള്ള വീഡിയോകൾക്ക് കാണാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കണം. ഞങ്ങൾക്ക് ഭയങ്കര ഷൈ ആണ് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ ബൈ. ജിഫ്റ്റി, ബൈ.